എന്താണ് ഈ സംഭവിക്കുന്നത്? അല്ല, ഇവരുടെ ഇന്നലെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ ടി വിയിലെല്ലാം കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിലേക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടും ഇവരേനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആദ്യം. എന്നിട്ട് നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അവരോട് കാര്യം പറഞ്ഞപ്പോഴും അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പേടിയായിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ ഇനി എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും എന്നുള്ള പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കൂടെ വരാം, നിങ്ങൾ പരാതി കൊടുക്കൂ. നമ്മളിപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കേസെടുക്കാൻ എഫ്ഐആർ ഇടാനുള്ള റൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ശരിക്കും നടപടികൾ ചെയ്യേണ്ടത് നമ്മൾ താഴെ തലത്തിൽ നിന്ന് തന്നെയാണ് പരാതി കൊടുത്ത് പോകേണ്ടത്. അഥവാ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ലെങ്കിലും വിവരം കിട്ടിയവണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൈമാറാമല്ലോ. അത് സ്വാഭാവികം കൈമാറണം. മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയാൽ മുഖ്യമന്ത്രി അപ്പം തന്നെ അത് കൺസേൺ DGPക്ക് ഫോർവേഡ് ചെയ്യണം, DGP കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യണം. അത് നടന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആ ഇൻഫർമേഷൻ വന്നാൽ ഉടനെ ആ ഇൻഫർമേഷൻ്റെ ബേസിൽ എഫ്ഐആർ ഇടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞിട്ട് പോലീസിന് എൻക്വയറി നടത്താം. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഈ എഫ്ഐആർ എന്ന് പറയുന്നത്. ഒരു ക്രൈമിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരം പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ചെയ്യേണ്ടത് ആദ്യം എഫ്ഐആർ ഇടുക എന്നുള്ള നടപടിയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അന്വേഷണം നടത്തുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങളിവിടെ വന്നു, ഈ പരാതി എഴുതി കൊടുത്തു. അവർ സ്വാഭാവികമായിട്ട് അവരുടെ രജിസ്റ്ററിൽ പരാതി എഴുതി റെസിപ്റ്റിൻ്റെ അത് തയ്യാറാക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് CIനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം CIനെ കണ്ടു. CI ചോദിച്ചു എന്താണ് വേണ്ടത് ചോദിച്ചു പരാതി നോക്കിയതിനു ശേഷം. അപ്പോൾ ഇവർ പറഞ്ഞു കേസെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു കേസെടുക്കാൻ അത് ഒരു അനുഭവ രീതിയിലുള്ള മറുപടി അല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ഇടപെട്ടിട്ട് പറഞ്ഞു ഇതിൻ്റെ റെസിപ്റ്റ് കൊടുക്കണം. അപ്പോൾ റെസിപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു ആൾ. അപ്പോൾ പറഞ്ഞു റെസിപ്റ്റ് കൊടുക്കുന്നതിന് കൂടെ നെക്സ്റ്റ് എഫ്ഐആർ ഇടണമെന്ന് പറഞ്ഞു. എഫ്ഐആർ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് എഫ്ഐആർ ഇടാൻ പറ്റില്ല? അത് ഞങ്ങൾക്ക് പ്രാഥമിക അന്വേഷണം നടത്തണം, അതിനുശേഷം എഫ്ഐആർ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ ഈ 376 പോലുള്ള ഒഫൻസൊക്കെ വന്ന് ഒരു പോലീസിൽ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എഫ്ഐആർ ഇടുക എന്നുള്ള നടപടിയാണ്. അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പോൾ സമീപകാലത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് എത്ര ചലച്ചിത്ര താരങ്ങൾക്കെതിരെ എഫ്ഐആർ ഇട്ടു. അവർ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. MLA മുകേഷിനെതിരെ വരെ എഫ്ഐആർ ഇട്ടില്ല. അത് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണോ? അപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിനേക്കാൾ മുന്നെയാണ് എഫ്ഐആർ ഇടേണ്ടത്. എഫ്ഐആറിലല്ലേ പോലീസിന് വിവരം കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്താ നീക്കം? ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് വിചാരിച്ചാൽ പോലീസ് എഫ്ഐആർ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൻ്റെ നമ്മളൊരു കോപ്പി ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. ജില്ലാ പോലീസ് മേധാവിയും എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കൺസേൺ മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും. മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി ആ കേസ് കേട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ ഇടണം എന്നുള്ളതാണ് നിയമം. ആ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുക. വേണമെങ്കിൽ പോലീസിന് ഇനിയും ഇതേമാതിരിയുള്ള അക്യൂസ്ഡിനെ കൊണ്ട് ഇരേനെ ഇനിയും അവഹേളിക്കാം. ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ആ CIയുടെയും അതേമാതിരി അക്യൂസ്ഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞങ്ങളിതിലേക്ക് ഇൻക്ലൈൻ ചെയ്യാനുള്ള കാരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും ഒരു അക്യൂസ്ഡും ഇരയ്ക്കെതിരെ അങ്ങനെ പറയാൻ പാടില്ല. ഇര എന്ന് പറഞ്ഞാൽ അവർ പരാതി കൊടുത്തു. എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയിൽ അക്യൂസ്ഡ് വന്നിട്ട് വിചാരണ നടത്തുകയാണ് ചെയ്യേണ്ടത്. അയാൾ നിയമത്തിന് വിധേയമാണോ? അയാൾ നിയമപാലകനും കൂടിയാണ്. ശിക്ഷിച്ചു കളഞ്ഞു. അയാൾ വിചാരണ നടത്തി കഴിഞ്ഞു. പകുതി വിചാരണ കഴിഞ്ഞു. ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ എന്തായി? ഇവർ തെറ്റുകാരിയാന്നുള്ളൊരു പൊതുബോധം അയാൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചെങ്കിൽ ഇവരിഞ്ഞ് തെറ്റുകാരി ആയിക്കോട്ടെ, ഹണി ട്രാപ്പിൻ്റെ ആളായിക്കോട്ടെ, ഇനി ഇതേമാതിരി പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ആളായിക്കോട്ടെ, എന്നാൽ ഈ പോലീസുകാരന് ഇവരെ പീഡിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ടോ? പോലീസുകാരന് ഇവർ ശരീരത്തിൽ തൊടാനുള്ള റൈറ്റ് ഉണ്ടോ? ഇവരങ്ങനെ നടക്കുന്ന ആളാന്ന് വിചാരിച്ച് പോലീസുകാരന് കയറി പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി ഇവിടെ ഇല്ല. ഹണി ട്രാപ്പും ഇല്ല, മറ്റൊരു പരാതിയും ഇല്ല. അത് അവരുടെ ഡിഫൻസ് വിചാരണ നടത്തുന്നതല്ലേ, അവർ ഡിഫൻസ് എടുക്കുന്നതല്ലേ. ഇതെല്ലാം കോടതിയിലല്ലേ അവർ പറയേണ്ടത്. അവർക്ക് എന്തെല്ലാം റെമഡി ഉണ്ട്. ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കോടതിയെ സമീപിച്ചിട്ട് കോടതിയോട് പറയാം ഇത് ഇന്ന കാരണങ്ങളാൽ എനിക്കെതിരുള്ള കേസ് നിൽക്കില്ല എന്ന് പറയാം. കോടതിക്ക് അത് ഗ്രാവിറ്റി ഉള്ള അതിൽ ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിക്കാം. അല്ല, അത് പറയുന്നത് ഫാൾസാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ട് വിധിക്കാം. അതാണ് ഇനി നടപടികൾ. അതല്ലാണ്ട് വിചാരണ നടത്തിയിട്ട് ഇവരെ തേജോവധം ചെയ്യല്ല പോലീസ് ചെയ്യേണ്ടത്.